എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം ചോദിച്ചു. ഓക്കെ, ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ 3 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും. അതിൽ ഒന്നാമത്തേത് കഴുതയാണ്, രണ്ടാമത്തേത് പട്ടിയാണ്, മൂന്നാമത്തേത് എന്താണെന്നൊന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും പറഞ്ഞു തരുമല്ലോ. ആരിഫ് സംശയം ചോദിച്ചാൽ പറഞ്ഞു തരാതിരിക്കാൻ പറ്റുമോ? മൂന്നാമത്തേത് സ്ത്രീ. സന്തോഷമായോ ആരിഫിന് സന്തോഷമായി കാണും. അപ്പോൾ സ്ത്രീ വിരുദ്ധതയ്ക്ക് ഇസ്ലാമിൽ തെളിവ് കിട്ടി. ഇതാണല്ലോ ആരിഫിന് വേണ്ടത്. നാണമില്ലേ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ നിലക്കുള്ള വിഡ്ഢിത്തം വിളിച്ചു പറയാം. മദ്രസയിൽ ഏതാണെങ്കിലും പോയിട്ടില്ല, സ്കൂളിലും പോയിട്ടില്ലേ എന്നെനിക്കിപ്പോഴും സംശയം തോന്നുക. ഇനി അതല്ല, വക്രബുദ്ധി കൊണ്ട് നടന്നിട്ട് ഉള്ള ബോധവും പോയോ, അതൊരു സംശയമാണ്. ഏതാണെങ്കിലും എന്താണ് പ്രശ്നം സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ആരിഫ് ഈ വിളിച്ചു പറഞ്ഞ ഈ മണ്ടത്തരം അത് നിങ്ങൾക്ക് ബോധ്യമാകാൻ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. എന്നിട്ട് നമുക്ക് ഹദീത്തൊക്കെ പിന്നെ വ്യാഖ്യാനിക്കാം. ഹദീത്തിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. ആദ്യം നിങ്ങളൊരു എക്സാമ്പിൾ മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് കോവിഡ് വ്യാപനം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറത്തിറക്കിയ ഒരു മാർഗനിർദ്ദേശ പത്രികയുണ്ടായിരുന്നു. ആ മാർഗനിർദ്ദേശ പത്രികയിൽ പ്രത്യേക സംരക്ഷണം നൽകപ്പെടേണ്ടവരുടെ പട്ടികയുണ്ട്. ആരൊക്കെയെന്നറിയോ? കുട്ടികൾ, അംഗപരിമിതർ, മാനസിക രോഗികൾ, സ്ത്രീകൾ. ആരിഫിനോട് ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്ത്രീകളെയും മാനസിക രോഗികളെയും ഒരുപോലെ ഇതാ കണ്ടിരിക്കുന്നു എന്ന് ആരിഫ് പറയുമോ? ഇതാണ് ആരിഫിൻ്റെ വിമർശനത്തിൻ്റെ കോലം. ഒന്ന് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ എന്താണ് ഇവിടെ വിഷയം. ഇനി ഹദീത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖ്തഉ സ്വലാത്ത അൽ മർഅതു വൽ ഹിമാറു വൽ കൽബു. നമസ്കാരം മുറിച്ചു കളയും. ആര്? 1 സ്ത്രീ, 2 കഴുത, 3 നായ. ഇതാണല്ലോ ഇപ്പോൾ സ്ത്രീ വിരുദ്ധതയ്ക്ക് വലിയ തെളിവായി കൊണ്ടുവരുന്നത്. ആരിഫെ, സത്യത്തിൽ നിങ്ങളുടെ അധമ വിചാരം കൊണ്ടാണ് ഈ നിലക്ക് ഇതിനെയൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് ഈ സത്യസന്ധമായൊരു സംഗതിയെയും വക്രീകരിച്ച് തെറ്റിദ്ധരിപ്പിക്കേണ്ടി വരുന്നത്. എന്താണ് ഇവിടെ നമസ്കാരം മുറിച്ചു കളയെന്ന് പറഞ്ഞാൽ? ഒരു മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയോട് പോയി ചോദിച്ചാൽ മതി. നമസ്കാരം ബാത്തിലാക്കി കളയുന്ന കൂട്ടത്തിൽ സ്ത്രീയെ എണ്ണീട്ടില്ല. പിന്നെ ഇവിടെ നമസ്കാരം മുറിച്ചു കളയും എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരൊക്കെ അതിനെ വിശദീകരിച്ചു. നമസ്കാരത്തിൽ ഒരാളുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത്. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുള്ളയെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ഹദീസുകളെ, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കേണ്ടതും വിശദീകരിക്കേണ്ടതും ആരിഫ് ഹുസൈനല്ല, അതല്ലെങ്കിൽ ജനൻ ടി വി അല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും സംഘികളല്ല. അത് മനസ്സിലാക്കണം. എന്താണ് ഇതിൽ പറഞ്ഞത്? സ്ത്രീ പുരുഷ മനസ്സുകളിൽ പ്രലോഭനമുണ്ടാക്കും. നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ആ നമസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ ഒരു സ്ത്രീ പോവുകയാണെങ്കിൽ പുരുഷ മനസ്സിൽ സ്ത്രീ പ്രലോഭനമുണ്ടാക്കും. അപ്പം എന്താ? അയാളുടെ ശ്രദ്ധ, നമസ്കാരത്തിലെ ശ്രദ്ധ തെറ്റും. കഴുതയാണെങ്കിൽ നമുക്കറിയാം, കഴുതയുടെ ശബ്ദം അരോചകമുണ്ടാക്കുന്ന ശബ്ദമാണ്. കഴുത ശബ്ദിച്ചാൽ, കരഞ്ഞാൽ അത് നിസ്കാരത്തിലെ ശ്രദ്ധ പോകാൻ കാരണമാവും. നായ നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ അത് പേടിണ്ടാക്കുന്ന കാര്യമാണ് നായ. അപ്പോഴും അയാൾക്ക് ആശയക്കുഴപ്പമുണ്ടാകും, നമസ്കാരത്തിലെ ഏകാഗ്രത നഷ്ടപ്പെടും. ആരിഫെ, ഇതിലെവിടെയാണ് സ്ത്രീ വിരുദ്ധത? ഇതിലെവിടെയാണ് സ്ത്രീയെ അപമാനിച്ചത്? ഇതാണോ നിങ്ങൾ പൊക്കിക്കൊണ്ടുവന്നത്? ആരിഫെ, ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവില്ലേ? ഈ സംഭവത്തിൽ, ഈ ഹദീസിൽ ശരിക്ക് സ്ത്രീ സമൂഹത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? നമസ്കരിക്കുന്ന സമയത്ത് പോലും പുരുഷ ഹൃദയങ്ങളെ സ്വാധീനിക്കാനും പ്രലോഭിപ്പിക്കാനും സ്ത്രീ സൗന്ദര്യത്തിന് സാധിക്കുമെന്നല്ലേ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക? നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, പ്രപഞ്ചനാഥൻ്റെ മുമ്പിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യമുള്ളൊരു സ്ത്രീ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അയാളുടെ ശ്രദ്ധ തെറ്റുകയും നമസ്കാരത്തിൽ ഏകാഗ്രത നഷ്ടപ്പെടുകയും ചെയ്യാൻ അത് കാരണമായി തീരും എന്നല്ലേ ഇത് പഠിപ്പിക്കുന്നത്? അപ്പോൾ ഒരു പട്ടികയിൽ കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞാൽ അതൊക്കെ അവരെ നിന്ദിക്കലാണോ? അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ മാനസിക രോഗികളെ പോലെയാണ് എന്ന് നിങ്ങൾ ഈ കോവിഡ് കാലത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ പത്രിക എടുത്തിട്ട് നിങ്ങൾ പറയുമോ? വിഡ്ഢിത്തം പറയണോ ആരിഫെ? അപ്പം നിങ്ങളുടെ അധമ വിചാരങ്ങൾക്കനുസരിച്ചാണോ ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ടത്? ഈ മണ്ടത്തരം പറയുന്നതിനേക്കാൾ നല്ലത് വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ ചങ്ങാതി.